അനാവശ്യമായിട്ട് കമൻ്റ് എഴുതിയിട്ട് മാനഹാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഴുതിയ കമൻ്റാണല്ലേ അത്. എനിക്ക് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ട് പോലും ഇല്ല. അതാണ് ഞാൻ നിങ്ങളുടെ ഇൻബോക്സിൽ വന്നിട്ട് ഞാൻ ചോദിക്കുന്നത് എന്താണ് കാരണം, എന്താ അങ്ങനെ ഒരു കമൻറ്റിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഇതിൻ്റെ ഉത്തരം എനിക്ക് തരണം, അല്ലെങ്കിൽ ഞാൻ ലീഗലി നിങ്ങൾക്കെതിരെ ഞാൻ പോകും. എന്നെക്കുറിച്ച് അടിസ്ഥാന വിരുദ്ധമായിട്ട് എനിക്ക് മാനഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ കമൻ്റ് ഇട്ടതിനും നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങൾക്ക് ഉറപ്പാണിത്. നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞതിന് എനിക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് തരണം. ബിന്ദു അല്ല, ആരാണ് ഞാൻ ചോദിക്കാം, ബിന്ദു ചേച്ചിനോടൊപ്പം ഞാൻ ചോദിക്കാം. രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ രാഹുൽ പാലക്കാട് മത്സരിച്ചില്ലെങ്കിൽ വോട്ട് BJPക്ക് കൊടുക്കുമെന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. അതിന്റെ ഒരു വോയിസ് ഒരു യൂട്യൂബറിന്റെ ചാനലിൽ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നത്. എന്റെ ജ്യേഷ്ഠൻ യൂഷ്വൽ സൈക്കോ, അതായത് അതുൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലാണ് ഞാൻ ഇത് ആദ്യം കാണുന്നത്, ഈ വോയിസും കാര്യങ്ങളൊക്കെ. ഞാനങ്ങ് ഞെട്ടിപ്പോയി. രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് കൊടുത്തില്ലെങ്കിൽ അവർ ഈ പറയുന്നത് രാഹുലിന് സീറ്റോ കാര്യങ്ങളോ കൊടുത്തില്ലെങ്കിൽ അവർ BJPയിലൊക്കെ വോട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. അത് പോസിബിൾ ആണോ? നിങ്ങൾ തന്നെ പറ. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക. ആരും അങ്ങനെ സബ് ചെയ്യുന്നില്ല. ചാനൽ എല്ലാവരും സബ് ചെയ്യുക. ജസ്റ്റിസ് ഫോർ രാഹുലിന് കമന്റ് കൊടുക്കുക. രാഹുൽ പാലക്കാട് മത്സരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അതൊരു ലൈക്കായിട്ട് കൊടുത്തേക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും പാലക്കാട്ടെ ജനങ്ങളുടെ വോട്ടും കാര്യങ്ങളും പാലക്കാട് ജനങ്ങളുടെ വോയിസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യാതെന്നാ പിന്നെ BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ള സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുമല്ലോ. ഇടുന്ന ഡ്രസ്സിനകത്തൊരു മഞ്ഞ കളർ ഉണ്ടായിരിക്കണമെന്നല്ല ഉണ്ടോ? അപ്പൊ നമുക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ഉണ്ടാകുമല്ലോ, ജനാധിപത്യത്തെ മാറ്റി വെച്ചിട്ടാണെങ്കിൽ. പാലക്കാട്ട് നിന്നാണ്. കൊള്ളാലോ. അമ്മ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും ഈ പറഞ്ഞ BJP ഇവിടെ ഭരണത്തിൽ വരുത്തില്ല. BJP ഇവിടെ കേരളത്തിൽ ഭരണത്തിൽ വരുത്തില്ല, 100% ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറയ്ക്കാതെ അർഹതപ്പെടാത്തവരായിരിക്കും ജയിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടിരിക്കാം. എന്റെ ഊഹം ശരിയാണെങ്കിൽ രാഹുൽ സ്വതന്ത്രമായിട്ട് നിൽക്കുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. നിൽക്കട്ടെ. അഥവാ അയാൾ കോൺഗ്രസ് പാർട്ടി ഇഷ്ടമാണ്, കോൺഗ്രസ് പാർട്ടിയുടെ കൂടെ ആണെങ്കിൽ പുള്ളി പുറത്ത് നിൽക്കേണ്ട അവസ്ഥ വരും. പാർട്ടി പറയുന്നതായിട്ടേ കേൾക്കുന്നുള്ളെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം പുറത്ത് നിൽക്കേണ്ട അവസ്ഥ വരും. അത്രയേ ഉള്ളൂ. നമുക്കിനി ബാക്കി വോയിസ് കേൾക്കാം. പേര് ദേവി. ഈ പാലക്കാട്ടിലെ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. എപ്പോ നോക്കിയാലും, ഫോൺ നോക്കിയാലും, TV ചാനൽ നോക്കിയാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കുറ്റങ്ങളില്ലാത്ത ദിവസങ്ങളില്ല. എത്രയോ ന്യൂസുകൾ ഉണ്ട്. അത് കൊണ്ടുവരാണ്ട് എന്നും അയാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നാലോ സാറേ? അയാൾ തന്നെ മതി MLA പാലക്കാട്. പാലക്കാട്ടുകാരുടെ ആഗ്രഹം എന്താ? രാഹുലിനെ നിങ്ങൾ വെറുക്കുന്നോ അതോ ഇനിയും രാഹുൽ തന്നെ തുടരണോ? രാഹുലിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നല്ല കുട്ടിയാണ്. അയാളെ പീഡിപ്പിച്ചു പറയണ ഒരാളിനെ പോയിട്ട് വീട്ടിന്റെ ഉള്ളിൽ പോയിട്ട് പീഡിപ്പിച്ചിട്ടൊന്നുമില്ല ബലമായിട്ട്. അവളുടെ സമ്മതത്തോടു കൂടി തന്നെ ആയിക്കോട്ടെ. ഇത് സത്യം നമുക്കൊന്നും അറിയില്ല ഇതെന്താന്നുള്ളത്. വീണ്ടും അയാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ, എനിക്ക് 2 ആൺമക്കളൊക്കെ ഉള്ളതാണ്. ഇത് എപ്പോ നോക്കിയാലും ആ കുട്ടീനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരുന്നാലോ? ഞങ്ങൾക്ക് ഇഷ്ടം രാഹുലിനെ തന്നെയാണ്. ഞങ്ങൾക്ക് രാഹുൽ തന്നെ മതി. ഒരു റോട്ടിൽ കൂടെ പോണ പെണ്ണിനെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പെണ്ണിനെയോ പോയി കൈപ്പിടിച്ച് വലിക്കുകയോ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുക അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത് രണ്ടുപേരുടെ സമ്മതത്തോടു കൂടിയിട്ട് തന്നെ ആണല്ലോ. രണ്ടുപേരെ സമ്മതത്തോടാ ചെയ്യുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ കഥ എങ്ങോട്ടാ പോകുന്നത് ഞാൻ പറയാതെ തന്നെ അറിയാലോ. ഓരോ ആൾക്കാർ ഇപ്പോഴും രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം റിനി ജോർജ് എന്ന് പറഞ്ഞ ഒരു പെണ്ണായിരുന്നു. ഇപ്പൊ റിനി ജോർജ് നൈസ് ആയിട്ട് അങ്ങ് മുങ്ങിയിട്ടുണ്ട്. റിനി ഇപ്പൊ എവിടെ പോയെന്ന് ഒരു പിടുത്തമില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാലോ, റിനി ശരിക്കും റിനി മുങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ മൊത്തം ഷഹനാസിന്റെ പുറകെയാണ് ആൾക്കാർ പോയെങ്കിൽ റിനി മുങ്ങിയിരിക്കുകയാണ്. റിനി വരണമെങ്കിൽ 4ാമത്തെ പെൺകുട്ടി വരുമ്പോ വീണ്ടും ചർച്ചയിലോട്ട് ഒരു നാണവും മാനവും ഇല്ലാതെ അവളെ പോലുള്ളവർ വന്നിരിക്കും. ഓക്കെ, ഇപ്പൊ ജനങ്ങളുടെയൊക്കെ വോയിസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം വരും. എന്തായാലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. നമ്മളെ പോലെ തന്നെയാണ് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിനുണ്ട്. ഇനി അടുത്ത വോയിസും കൂടെ ഞാനൊന്ന് വെച്ച് തരാം. ഞാൻ പാലക്കാടുകാരിയാ. കാരണം ഇതൊക്കെ പ്രദർശനങ്ങൾ തുടങ്ങി അന്ന് തന്നെ നമ്മൾ അരിയാഹാരം കഴിക്കുന്ന സാറേ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളായിരുന്നു. അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, തെറ്റ് ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരന് സൗന്ദര്യം, ആരോഗ്യം, വിദ്യാഭ്യാസം അവന്റെ എല്ലാ കാര്യങ്ങളും വെച്ച് അവന് പോയിട്ടുണ്ട്. പെണ്ണുങ്ങൾ ചെന്നത് കൊണ്ട് അവൻ പോയി, അത്രയേ ഉള്ളൂ കാര്യം. അല്ലാതെ അവൻ വഴിയെ പോകുന്നൊരു പെണ്ണിനെ ഓടിച്ചിട്ട് പിടിക്കുവോ, അവൻ ആരെല്ലാം വീട്ടിൽ കയറി അവന്റെ കോൺഗ്രസ് ഭരണാധിപത്യം കൊണ്ട് അവൻ ഏതെങ്കിലും താഴ്ന്ന ജാതിക്കാരുടെ വീട്ടിൽ, ഇവിടെ ഉന്നാവിലൊക്കെ സംഭവിച്ചതുപോലെ, UP ഉന്നാവില് ഒക്കെ സംഭവിച്ച്, UPയിലൊക്കെ BJPക്കാർ ചെയ്യുന്ന പോലെ താണ ജാതിക്കാരുടെ വീട്ടിലെ പെണ്ണുങ്ങളെ കയറി പിടിച്ച് ബലാത്സംഗമൊന്നും അവൻ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെയാണെങ്കിലാണ് അതാകുന്നത്. ഇപ്പൊ സുപ്രീം കോടതിയിൽ നിന്ന് വരെ കല്യാണം കഴിച്ച സ്ത്രീകൾ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു പോയി മറ്റാമ്പിള്ളാരുടെ കൂടെ സുഖിക്കാൻ പോകുന്നതിന് സുപ്രീം കോടതി വരെ ഇത്രയും വ്യക്തമായിട്ട് തീരുമാനം വന്നിട്ടും VD സതീശനും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും അതങ്ങോട്ട് തലയ്ക്കകത്തോട്ട് കയറുന്നില്ല.
അത് നേരത്തെ അറിയാമായിരുന്നു. ഇവിടെ രാമനെ വനത്തിൽ അയച്ചതും വീട്ടിൽ നിന്നാണ്, കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായതും വീട്ടിൽ നിന്നാണ്. അപ്പം ഏറ്റവും കൂടുതൽ CPM-കാരെ BJP-കാരെക്കാൾ കൂടുതൽ രാഹുലിന്റെ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസിലുള്ളതെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായ കാര്യമാണ്. എന്നാൽ പിന്നെ കോടതി, ബഹുമാനപ്പെട്ട കോടതി, നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവരായതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനം കൂടെ ഉണ്ടാകട്ടെ എന്നോർത്താണ് ഇത്രയും നാള് സൈലന്റ് ആയിട്ടിരുന്നത്. അപ്പൊ ഇനിയും രാഹുലിനെ പോലുള്ള ഒരു യുവ നേതാവിന്, അല്ലെ ഷാഫിയെ പോലുള്ള മുസ്ലിമാ, അതുകൊണ്ടെന്താ അങ്ങനെയൊക്കെയുള്ളവര് ഇനി നമ്മുടെ പിള്ളേർ ആര് കാരണമെങ്കിലും ചെറുപ്പക്കാര് പിള്ളേർ വന്ന് നല്ല രീതിയിൽ, നല്ല കഴിവുള്ളവർ വന്ന് നല്ല രീതിയിൽ കേരളത്തെ മുമ്പോട്ട് നയിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ വന്ന് പിന്നെ നെറുകിട്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റിനും കൊടുക്കാതെ എന്നാൽ പിന്നെ BJP ഏതായാലും ഭരണം അവരുടെ കയ്യിലായിരിക്കുന്നത്. ഒന്നുമല്ലേ രാമരാജ്യം എന്ന് പറഞ്ഞ് നടന്നാൽ നമുക്കും എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അടിപൊളി. രാമരാജ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാലോ. ഒരിക്കലും ഈ പറയുന്ന തൊട്ട് BJP എനിക്കും അത്ര വലിയ താല്പര്യം കാര്യങ്ങളല്ല. ഇഷ്ടം ചില ആൾക്കാർ മാത്രം. ആ മേയറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ട്രിവാൻഡ്രത്തെ നല്ല നല്ല ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ ആ ഒരു ഭരണത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം സുരേഷ് ഗോപി വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ മനുഷ്യൻ. പക്ഷെ വന്ന് കയറി കഴിഞ്ഞപ്പം കോണം മനസ്സിലാക്കിയേ തനി, ഞാൻ പറഞ്ഞ ചിലപ്പോൾ കൂടിപ്പോവും, ആ രീതിയിലത്തെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിലും രീതിയിലാണെങ്കിലും പോലും. ചിലപ്പോൾ അദ്ദേഹത്തിന് ചെയ്യണം എന്നുണ്ടായിരിക്കാം, പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഞാൻ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ BJP-യെ കുറിച്ച് കുറ്റം പറഞ്ഞു ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് വരണം എന്നാണ്. അതിൻ്റെ ഇടയ്ക്ക് തമ്മിലടി, അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് സ്പ്ലിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടത്തല്ലേ. പാലക്കാട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടൻ മത്സരിക്കുവാണെങ്കിൽ രാഹുൽ തന്നെ ജയിക്കട്ടെ. രാഹുൽ ജയിക്കട്ടെ, അതെൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ്. കാരണം സ്വതന്ത്രനായിട്ട് നിന്നാലും കോൺഗ്രസിന് വേണ്ടി നിന്നാലും എങ്ങനെ നിന്നാലും, കാരണം ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം നിന്നില്ല എന്നും പറഞ്ഞിട്ട് പിന്നെ BJP-ക്ക് കൊണ്ടു കൊടുക്കാനോ അതിനോടൊന്നും വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. പാർട്ടിയുടെ ഒരു തീരുമാനം വെച്ച് 1, 2, 3 പെണ്ണുകേസ് ഇങ്ങനെ അടുപ്പിച്ച് വന്നപ്പോൾ കോൺഗ്രസ് ഒരു നിലപാടെടുത്തു. ഇതുവരെ കേരളത്തിൽ ഒരു പാർട്ടി പോലും എടുക്കാത്ത നിലപാടാണ് കോൺഗ്രസ് എടുത്തത്. ഞാൻ കോൺഗ്രസിനെ വെളുപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല, അവരുടെ ഭാഗത്തും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കണം. കാരണം റിനിയെ പോലുള്ളവന്മാരും ഷഹനാസിനെ പോലുള്ളവന്മാരൊക്കെ ഇങ്ങനെ നിരന്തരം നേതാക്കന്മാരെ കുറ്റപ്പെടുത്തുന്നു, ഗ്രൂപ്പിന്റെ വിഷയങ്ങൾ, അത് ഇത് കോൺഗ്രസിന്റെ തമ്മിലടിയെ കുറിച്ചൊക്കെ പോസ്റ്റ് ഇടുന്നു. ഇതൊക്കെ ഇടുമ്പോൾ ഈ പാർട്ടിയെ തന്നെ ദോഷമാക്കി തീർക്കും. കോൺഗ്രസ് തമ്മിലടിയാണെങ്കിൽ പിന്നെ ഈ പാർട്ടിക്ക് എന്തുകൊണ്ട് വോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ മനസ്സിൽ ഓരോ ചിന്തകളൊക്കെ കൂട്ടത്തിലുള്ള നായ്ക്കൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരിപ്പോൾ ഒരു നല്ലൊരു തീരുമാനം എന്നല്ല ഞാൻ പറയാൻ വന്നത്, കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തത്. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റിയിൽ ഏറ്റവും കൂടുതൽ വിഷമമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അറിയാമല്ലോ, എനിക്ക് തോന്നുന്നു രാഹുലിന്റെ എൻ്റെ ഒരു 10,250 വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ദിവസം 3, 4 ഒക്കെ വെച്ച് അങ്ങ് ചെയ്തുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. ഓക്കെ, ഷഹനാസ് മനോരമയിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഇന്റർവ്യൂ പോലെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അതിലൊരു പോർഷൻ ഞാൻ വെക്കാൻ വിട്ടുപോയായിരുന്നു. ചാനൽ ചർച്ച കാണാം. നേരത്തെ ഷഹനാസ് ഈ വളഞ്ഞ വഴി പറയുന്നതിന് എന്തർത്ഥമുള്ളത്? നേരിട്ട് പറഞ്ഞുകൂടെ? ഷഹനാസ് ഒരു പ്രധാനപ്പെട്ട കേസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ആരുടെ കേസാണ്? ഷഹനാസിനും എനിക്ക് നിഷാജിക്കും അറിയാമല്ലോ. ആ കേസിൽ 1ാമത്തെയും 3ാമത്തെയും പരാതിക്കാർ ഇതുവരെ വിവാഹമോചനം, അതിൽ ഒന്നാമത്തെ പരാതിക്കാരിയുടെ ഭർത്താവ് വിവാഹമോചനത്തിനടക്കം പല കാര്യങ്ങൾക്കും പോകുന്നതിന് ഞങ്ങളാൽ കഴിയുന്ന പിന്തുണ ആ യഥാർത്ഥ അതിജീവിതന്, അതായത് ഭാര്യയാൽ വഞ്ചിക്കപ്പെട്ട, സമൂഹത്താൽ അപമാനിക്കപ്പെട്ട ആ യഥാർത്ഥ അതിജീവിതന് ഞങ്ങളാൽ കഴിയുന്ന സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ 2-3 ചോദ്യങ്ങൾ ഞാൻ ഉയർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മൾ പറയുന്ന വിവാഹബന്ധത്തിൽ നിലനിൽക്കുന്ന സ്ത്രീകൾ ഭർത്താവ് അറിയാതെ മറ്റൊരാളുമായി ബന്ധം പുലർത്തുന്നത് ഏതെങ്കിലും രീതിയിൽ നിയമപരമോ ധാർമ്മികമോ ആണോ? അതിനുശേഷം മറ്റൊരാളെ കൊടുക്കാൻ വ്യാജ കേസോ പ്രതികാര കേസോ റിവഞ്ച് കേസോ കൊടുക്കുന്നത് ശരിയാണോ? ഈ ചില കേസുകളിൽ തന്നെ ചില ഫാക്ട്സ് ഓഫ് ദി കേസ്, ആരെയും വ്യക്തിപരമായി പറയുന്നില്ല, വിവാഹബന്ധം ഇരിക്കുമ്പോൾ തന്നെ മറ്റൊരാളുമായി ബന്ധപ്പെടുകയും ആ രീതിയിൽ ഒരാളുമായി പ്രണയത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മറ്റൊരാൾക്ക് രൂപസാദൃശ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ബന്ധപ്പെടുകയും തുടങ്ങിയ കാര്യങ്ങൾ വരികയും മറ്റേ പുരുഷന് കാശ് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ, ഇത് ശരിയാന്ന് പറയാറുണ്ട്. അപ്പൊ ഈ വ്യാജ പരാതികൾ എന്നുള്ളൊരു പ്രശ്നമല്ലേ? ഞാൻ ആരുടെയും പേരെടുത്ത് പറയാതെ പറയുകയാണ്, ഈ വ്യാജ പരാതികൾ അടക്കമുള്ള ക്ലെയിം. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഞാൻ വ്യാജ IAS ആണെന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെ ചില ആൾക്കാർ പറഞ്ഞാൽ എല്ലാവരും വ്യാജ IAS ആണെന്ന് കരുതാൻ കഴിയുമോ? അതെന്താണെന്ന് നമ്മൾ പൊളിക്കാൻ പറയുന്നതിന് തന്നെ എനിക്ക് നാണക്കേടാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഷഹനാസിനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്, കള്ളയെഴുത്താണെന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. പഠിച്ച കള്ളിയാന്ന് പറയുന്നുണ്ട്, IAS ആണെന്ന് പറയുന്നുണ്ട്. ഓരോ വട്ടം ചേച്ചി ഓരോന്നാണ്, പ്ലംബറാണ്, വേണ്ട ഞാനത് ഇവിടെ പറയുന്നില്ല, സോറി, പെട്ടെന്ന് വായിക്കേറി പറഞ്ഞതാണ്. പ്ലംബറും ഡോക്ടറാന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ പെട്ടെന്ന് ആ കാര്യം ഒന്ന് ആലോചിച്ച് പോയതാണ്. അതുപോലെ തന്നെയാണ് ഈ ഷഹനാസിന്റെ കാര്യം. IAS ആണ്, അതാണ്, മറ്റാണ്, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഈ അടുത്ത സമയത്ത് വേറൊരു കോൺഗ്രസ് നേതാവ് ഈ പറഞ്ഞ ഷഹനാസിനെ കുറിച്ച് അങ്ങ് നിരന്തരം ഇങ്ങനെ പോസ്റ്റ് ഇടുമായിരുന്നു, കളിയാക്കിക്കൊണ്ടുള്ളത്. അതിനും കൊടുത്തൊരു മറുപടി ഉണ്ട്. ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. കാരണം പുള്ളിയുടെ കുറെ ഉപദേശങ്ങളും കാര്യങ്ങളും ഉണ്ട്. പുള്ളി ചെയ്താൽ ശരി, ബാക്കിയുള്ളവർ ചെയ്താൽ ഓഹോ.
നിങ്ങൾ പോയിട്ട് സോഷ്യൽ മീഡിയയിൽ എൻ്റെ അവിഹിതങ്ങൾ, ഞാൻ ചെയ്ത എന്തൊക്കെയാണ്, ഞാൻ IAS കാരിയാണ്, IPS കാരിയാണ്, ഇതൊന്നും രാഹുൽ മാങ്കൂട്ടം ചെയ്യുന്ന പ്രവൃത്തിനെ റദ്ദ് ചെയ്യാനുള്ളതല്ല. നിങ്ങൾ ഈ വോയിസ് കേട്ടാ കാണുന്നവർക്ക് എല്ലാവർക്കും മറുപടിയും കാര്യങ്ങളും ഒക്കെ അങ്ങ് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഈ നേതാവിന് തന്നെ വേറൊരു വോയിസും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തോ ഞാൻ നിങ്ങൾക്കെതിരെ നിയമപരമായിട്ട് ഇറങ്ങിത്തിരിക്കും, അങ്ങനെയാണ് മറ്റാണെന്നും പറഞ്ഞ് വഴക്കിടുന്ന രീതിയിലൊക്കെ. ഒരു സ്റ്റാൻഡില്ലാത്ത ഒരു സ്ത്രീയാണ്, ഒരു സ്റ്റാൻഡും ഇല്ലാത്ത സ്ത്രീയാണ്. ഓക്കെ, എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് വെച്ചതേ ഉള്ളൂ. കാരണം പാലക്കാടിലെ ജനങ്ങളുടെ മനസ്സിലൊന്ന് അറിയിക്കാൻ വേണ്ടി, നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ് ചെയ്യുക. ബൈ, ലവ് യു.